ഹലോ ഗൈസ്, ഇനി ലാഗ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന്. മറ്റൊന്നുമല്ല, എനിക്കൊന്ന് അലക്കാൻ പോകണം. എൻ്റെ വീട്ടിൽ ലോണ്ടറി ഇല്ല, അതുകൊണ്ട് ഞാൻ പുറത്തു പോയിട്ടാണ് അലക്കാറ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി ഞാൻ അലക്കാൻ പോവാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുമ്പാൻ പോവാണെന്നാ പറയുക. എന്നാലും എല്ലാവർക്കും മനസ്സിലാവണമല്ലോ എന്നുള്ള രീതിയിലാണ് അലക്കാന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത്. റെഡിയാവിൽ ഇത്രയേ ഉള്ളൂ. തിരുമ്പാനല്ലേ പോണേ, കണ്ണെഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇനി മുടിയും കൂടി ചീകി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. മടി പിടിച്ചേക്കാൻ സമയമില്ല, കാരണം എന്തെങ്കിലും ഉണ്ടാക്കിയാലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. പോയി വന്നിട്ട് വേണം നേരെ പാചകത്തിലോട്ട് കിടക്കാൻ. പണ്ട് ഞാൻ രാവിലെ എണീക്കുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് എൻ്റെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്ത് പോണ്ടിച്ചേരി ആണെങ്കിലും കോഴ്സ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പും പിന്നെ ജോലിയും അങ്ങനെ 2-2.5 വർഷം ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു. ആ സമയത്ത് ജോലിക്ക് പോകുമ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ അമ്മ എനിക്ക് പൊതിച്ചോറ് ഇഷ്ടമുള്ളതുകൊണ്ട് പറമ്പിൽ പോയി വാഴയില മുറിച്ച് കൊണ്ടുവന്നിട്ട് അത് വാട്ടി ചോറ് സെറ്റ് ചെയ്ത് വെക്കും. ഞാനത് എടുക്കാൻ മറന്നിട്ട് ജോലിക്ക് പോയ ദിവസങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ അനിയന്മാരാരെങ്കിലും അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ. ഇന്ന് ഇതേ ഷോപ്പിങ്ങും ഉണ്ടാക്കലും പാക്ക് ചെയ്യലും കൊണ്ടുപോലും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാണ്. എന്തായാലും നത്തിങ് ഈസ് പെർമനന്റ് അല്ലേ. എന്തായാലും ആ ഒരു 2-2.5 വർഷം ഞാൻ എൻ്റെ ലൈഫിൽ കംഫർട്ട് സോൺ അങ്ങോട്ട് സുഖിച്ച് ആസ്വദിച്ച് ജീവിച്ചൊരു സമയമായിരുന്നു. ഒന്നിനെ പറ്റി അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. രാവിലെ എണീക്കുക, ഭക്ഷണം റെഡി ആയിട്ടുണ്ടാവും, കൊണ്ടുപോവുക, തിരിച്ചു വരിക, ഓഫ് ഡേയ്സിൽ അമ്മയുടെ വീട്ടിൽ പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, ഭക്ഷണം കഴിക്കുക, അല്ലാണ്ട് ഒരു റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനത്തെ ഒരു സ്റ്റേജ് ലൈഫിലുള്ളത് എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മനുഷ്യനല്ലേ, എപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് മാത്രമായാൽ ശരിയാവില്ലല്ലോ. ആലോചിക്കുമ്പോൾ വിഷമം തോന്നുമെങ്കിലും സാരമില്ല, ലൈഫല്ലേ. അല്ലെങ്കിലും എന്നും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടായിരിക്കില്ലല്ലോ. പിന്നെ ഇതിലൊരു സുഖം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത സാധനങ്ങളാണല്ലോ ഞാൻ ഈ പാക്ക് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് നല്ല അഭിമാനം തോന്നാറുണ്ട്. കാരണം ഇതൊന്നും നേരത്തെ കൂട്ടി പഠിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒന്നും ട്രെയിനിങ് മുന്നേ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മളങ്ങ് ചെയ്തോളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 6:30-6:45 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് എനിക്ക് പോസിബിൾ അല്ല. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ വല്ല സ്മൂത്തി അടിച്ചിട്ട് കൊണ്ടുപോകാറാണ് പതിവ്. മിക്കവാറും അവക്കാഡോ, ആപ്പിൾ, ബനാന, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെറീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് ഞാനൊരു സ്മൂത്തി സെറ്റ് ചെയ്യും. അപ്പോൾ അവക്കാഡോ, ആപ്പിളാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളൂ. സോ ഉള്ളതുകൊണ്ട് നമുക്കൊരു സ്മൂത്തി അടിക്കാം. അങ്ങനെ ഞാൻ സ്മൂത്തി സെറ്റ് ചെയ്തു. പാക്ക് ചെയ്ത ഐറ്റംസ് എല്ലാം ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ആറ്റി വെക്കാം. കുക്കിങ്ങും ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.